ഗുഡ്വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ ആയിരുന്നു. അതിൽ നമ്മൾ പ്രോബ്ലംസ്, അതായത് ഓൾമോസ്റ്റ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആകെ ഒരു എക്സാമ്പിൾ 4 മാത്രമേ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതായത് ബോണസ് ഷെയറിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The following is the balance sheet of A Limited as on 31st March 2020. അതിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് വന്നിട്ടുണ്ട്. ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 3 lakh ആണ്. അതായത് 5000 ഷെയർസ് ഓഫ് ₹100 ഈച്ചാണ്, പക്ഷേ 60 പെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് പാർട്ട്ലി പെയ്ഡ് ആണ്. കാരണം ₹100 ഫേസ് വാല്യൂ ഉള്ള ഷെയറിൻ്റെ 60 രൂപ മാത്രമേ പെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അതാണ് 3 lakh മാത്രമേ നമുക്ക് കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 40 പേ ചെയ്യാനുണ്ട്. അപ്പോൾ അത് പാർട്ട്ലി പെയ്ഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് റീറ്റെയിൻഡ് ഏണിങ്സ് ആണ്. റീറ്റെയിൻ ഏണിങ്സിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉണ്ട് 40,000, റിസർവ് ഉണ്ട് 2,70,000, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 1,25,000. നെക്സ്റ്റ് കറണ്ട് ലൈബിലിറ്റീസ് ആണ്. അതിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ കറണ്ട് ലൈബിലിറ്റീസ് ആണ് 2,65,000. ടോട്ടൽ 10 lakhs ആണ് നമ്മുടെ ലൈബിലിറ്റീസിൻ്റെ ടോട്ടൽ. നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. അസറ്റ്സിൽ നോൺ കറണ്ട് അസറ്റ് ഉണ്ട്. അതിൽ സൺട്രി അസറ്റ് 10 lakhs, ടോട്ടൽ അസറ്റിൻ്റെ ടോട്ടൽ 10 lakhs ആണ്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. അവിടെ നോട്ട്സ് ടു അക്കൗണ്ട് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ദ കമ്പനി റീസോൾവ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ₹1,50,000 ആസ് ബോണസ് ടു ബി യൂട്ടിലൈസ്ഡ് ഇൻ പേയിങ് അപ്പ് എ കോൾ ഓഫ് ₹30 പെർ ഷെയർ. മിനിമം റിഡക്ഷൻ ഈസ് ടു ബി മെയ്ഡ് ഫ്രം ഫ്രീ റിസർവ്. നമുക്കറിയാം ഇവിടെ കമ്പനി 1,50,000 ആണ് ബോണസായിട്ട് ഉപയോഗിക്കാനായിട്ട്, ബോണസായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 1,50,000 നമുക്ക് ബോണസ് കൊടുക്കണമെങ്കിൽ നമ്മൾ റിസർവ് ചെയ്യുന്ന ആദ്യം നമുക്കറിയാലോ റിസർവ് നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിന് വേണം എടുക്കാനായിട്ട്. പിന്നെ കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, റിസർവിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിനകത്ത് ആകെ 1,25,000 ഉള്ളൂ. പക്ഷേ നമുക്ക് മൊത്തം 1,50,000 വേണ്ടേ. അപ്പോൾ ഒരു ബാക്കി 25,000 കുറവുണ്ട്. ആ 25,000 നമുക്ക് എവിടെ നിന്ന് എടുക്കാം, റിസർവിൽ നിന്ന് എടുക്കാം. അപ്പോൾ എൻട്രി എന്താ വരിക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 1,25,000, ബാക്കി ബാലൻസ് ഉള്ള 25,000 റിസർവിൽ നിന്ന് എടുക്കുക. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് 1,50,000 ആണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം ബോണസ് കൊടുക്കുമ്പോൾ പാർട്ട്ലി പെയ്ഡ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഡയറക്റ്റ്ലി കൊടുക്കരുത്, അതിന് ആദ്യം ഫുള്ളി പെയ്ഡ് ആക്കണം അല്ലേ. അപ്പോൾ ഇവിടെ പാർട്ട്ലി പെയ്ഡ് ആണ്, കാരണം 60 മാത്രമേ പെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ ഫുള്ളി പെയ്ഡ് ആക്കണം അല്ലേ. ഫുള്ളി പെയ്ഡ് ആക്കണമെങ്കിൽ ₹40 കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അടയ്ക്കേണ്ടി വരും. ഓരോ ഷെയറിന് 40 രൂപ വെച്ച് അടച്ചാലാണ് നമുക്ക് ഫൈനൽ കോൾ വിളിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനെ എൻട്രി ചെയ്താൽ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. മൊത്തം 5,000 ഷെയർ ആണുള്ളത്. അത് ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് 5,000 ഷെയർസ് ആണുള്ളത്. അപ്പോൾ 5,000 × 40 ചെയ്യുമ്പോൾ നമുക്ക് 2 lakh. അപ്പോൾ 2 lakh അടച്ചു കഴിഞ്ഞാൽ അതെന്താവും, ഫുള്ളി പെയ്ഡ് ആവും. പക്ഷേ നമ്മൾ ബോണസായിട്ട് കൊടുക്കുന്നത് 1,50,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ ബോണസ് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, ഫുള്ളി പെയ്ഡ് ആക്കാനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ 1,50,000 ബോണസ് ഉള്ളൂ. പക്ഷേ 2 lakh അടച്ചാലാണ് അത് എന്താവുള്ളൂ, ഫുള്ളി പെയ്ഡ് ആവുള്ളൂ. അപ്പോൾ 50,000 രൂപ കുറവുണ്ട്. ആ 50,000 അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ക്യാഷ് ആയിട്ട് കൊണ്ടുവരേണ്ടി വരും അല്ലേ. അപ്പോൾ അടുത്ത എൻട്രി ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഒരു ഷെയർ ഫൈനൽ കോൾ മാത്രമല്ല വരിക, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് ഓർ ബാങ്ക്, ക്യാഷിന് എഴുതിയാൽ മതി നിങ്ങൾ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് 1,50,000 ബോണസായിട്ട് കൊടുക്കുന്നു, 50,000 ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ടു ഷെയർ ഫൈനൽ കോൾ 2 lakh ആയി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന എൻട്രി. നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ ബാലൻസ് ഷീറ്റ് വരയ്ക്കും. ആഫ്റ്റർ ബോണസ് ഇഷ്യൂവിന് ശേഷമുള്ള ന്യൂ ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇപ്പോൾ 3 lakh അല്ല, നമുക്കറിയാം മൊത്തം 5,000 ഷെയർസും 100 വെച്ചിട്ട് നമ്മൾ ഫുള്ളി പെയ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 5,000 × 100 5 lakh ആയിട്ടുണ്ട് ഷെയർ ക്യാപിറ്റൽ. നമുക്ക് ചേഞ്ച് ഉള്ളത് കൊണ്ട് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട് നമ്പറിൽ 1 കൊടുക്കുക. എന്നിട്ട് ഷെയർ ക്യാപിറ്റൽ 5,000 × 100 5 lakh എന്ന് കൊടുക്കുക. അടുത്ത റിട്ടേൺ ഏണിങ്സ് ആണ്. റിട്ടേൺ ഏണിങ്സ് ചെയ്തപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിന് ചേഞ്ച് ഒന്നുമില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിസർവ് നമുക്കറിയാം ബോണസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, നമുക്ക് പഠിച്ചിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിന് മാറ്റമൊന്നുമില്ല. ആ എമൗണ്ട് അതുപോലെ തന്നെ 40,000 ചെയ്താൽ റിസർവ് 2,70,000 ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ 25,000 എടുത്തിട്ടുണ്ട് അല്ലേ. ബോണസ് കൊടുക്കാനായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് നമുക്ക് മതിയാവാതെ വന്നപ്പോൾ ഒരു 25,000 രൂപ നമ്മൾ റിസർവിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2,70,000 25,000 പോയി കഴിഞ്ഞാൽ ബാക്കി 2,45,000 ടോട്ടൽ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് ഇല്ല, കാരണം അത് ഫുള്ളായിട്ട് നമ്മൾ ബോണസ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്തല്ലോ. ബാക്കി 2,45,000 ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 2,85,000 റിട്ടേൺ ഏണിങ്സിൽ വരും. നെക്സ്റ്റ് കറണ്ട് ലൈബിലിറ്റീസ് ആണ്. അതിൽ മാറ്റമൊന്നുമില്ല. അതിൽ 2,65,000 ആണ്. അതുപോലെ തന്നെ എഴുതാം. ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 5 lakh + 2,85,000 + 2,65,000 ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും,
10,50,000 കിട്ടും. അതാണ് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ. നെക്സ്റ്റ് നമുക്ക് അസെറ്റ് ചെയ്താൽ സൺട്രി അസെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക അതെന്താണ് ക്യാഷ് ആയി ട്രീറ്റ് ചെയ്യുക. ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ നമുക്കറിയാം അത് കറണ്ട് അസെറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഈ സൺട്രി അസെറ്റിനകത്ത് ക്യാഷ് പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 50,000 രൂപ കൂടി ക്യാഷ് വന്നിട്ടില്ല ഈ ബിസിനസ്സിലേക്ക്. അപ്പോൾ അസെറ്റിൻ്റെ വാല്യൂ ക്യാഷിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ട്. അപ്പോൾ 10 lakhs കൂടി ഒരു 50,000 കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 10,50,000. അത് നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട്സ് ടു അക്കൗണ്ടിൽ 4 എന്നോ ആ നമ്പർ കൊടുത്തിട്ട് നമ്മൾ അതും എന്ത് ചെയ്യുക ട്രീറ്റ് ചെയ്യുക. അപ്പോൾ 10,50,000 കിട്ടും. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഇതാണ് ബാലൻസ് ഷീറ്റ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ജസ്റ്റ് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പാർട്ട്ലി പേരാണെന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് കുറച്ച് തിയറീസും കൂടി ഉണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അത് മാത്രമല്ല ഒരു വാല്യൂ ഓഫ് റൈറ്റിൻ്റെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് എന്താണ് അടുത്ത തിയറി നോക്കാം. വാട്ട് ഈസ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചോദിക്കാറുണ്ട് എക്സാമിന്. വാട്ട് ഈസ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് ചോദിക്കും. എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നമുക്ക് നോക്കാം. A share is generally split when it has a higher price. Such a share is called a heavy share. This high price may discourage small investors. Generally, retail investors prefer to buy larger number of low-priced shares. It is in the situation a company split its shares. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ വളരെ ഹൈ പ്രൈസ് ആണെങ്കിൽ, അതായത് ആ ഒരു ഷെയറിൻ്റെ വാല്യൂ ഹൈ പ്രൈസ് ആണെങ്കിൽ സാധാരണ അതായത് സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു പർട്ടിക്കുലർ ഷെയർ വാങ്ങണമെങ്കിൽ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഷെയറിനെ നമ്മൾ ചെറുതാക്കും. ഇപ്പോൾ ഒരു 10 രൂപയുടെ ഷെയർ വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അത് 2 ഷെയറുകളാക്കി മാറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ എന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അതായത് സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ കൂടിയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോ പ്രൈസ്ഡ് ഷെയർ ആക്കി മാറ്റും നമുക്ക് അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുക. അപ്പോൾ ഒരിക്കലും അവിടെ വാല്യൂ നമുക്ക് അത് തന്നെ കിട്ടും സെയിം ആയിട്ട്. പക്ഷേ 10 ഷെയർ വാങ്ങുന്നത് 5 ഷെയർ കിട്ടുള്ളൂ, 5 ഷെയർ വേറെ ആൾക്ക് പോകും. അങ്ങനത്തെ നമ്പർ ഓഫ് ഷെയറുകൾ മാത്രം അങ്ങോട്ട് ജസ്റ്റ് എന്തായി പോകും, റെഡ്യൂസ് ആയിട്ട് പോകും. പക്ഷേ വാല്യൂ നമുക്കൊരു ഷെയറിൽ ആ ടോട്ടൽ എമൗണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ. സ്റ്റോക്കിൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ ഓഫ് എ കമ്പനി ബൈ ഡിവൈഡിങ് 1 ഷെയർ ഇൻറ്റു 2 or more പാർട്സ്. ഒരു ഷെയറിനെ നമ്മൾ 2 അതിലധികമോ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബോണസ് ഷെയറും സ്റ്റോക്ക് സ്പ്ലിറ്റും തമ്മിലൊരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ്, ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ ഡസ് നോട്ട് ചേഞ്ച്. നമുക്കറിയാം ബോണസ് ഷെയറിൽ ഷെയറിൻ്റെ ഫേസ് വാല്യൂവിൽ എന്ത് വരുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഫേസ് വാല്യൂവിൽ മാറ്റം സംഭവിക്കുന്നില്ല ബോണസ് ഷെയറിലാണെങ്കിൽ. സ്റ്റോക്ക് സ്പ്ലിറ്റിലാണെങ്കിൽ നമുക്കറിയാം ഫേസ് വാല്യൂവിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 2 അതിലധികമോ പാർട്സായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില 5 രൂപയായിരിക്കും. അങ്ങനെ 2 വാങ്ങിക്കഴിഞ്ഞാൽ എന്തായി, ടോട്ടൽ ഷെയറിൻ്റെ വാല്യൂ 10 rupees-ആയി. അപ്പോൾ ഇവിടെ ഫേസ് വാല്യൂ എന്താവുന്നുണ്ട്, റെഡ്യൂസ് ആകുന്നുണ്ട്. പക്ഷേ നമ്പർ ഓഫ് ഷെയർ നമുക്ക് അത്രയും ഷെയറുകൾ നമുക്ക് കിട്ടും ചെയ്യും. പക്ഷേ ഫേസ് വാല്യൂ നമുക്ക് സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഷെയറിൻ്റെ വാല്യൂ 10 രൂപയായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പക്ഷേ എന്താണ് അവിടെ ഫേസ് വാല്യൂ കുറച്ചിട്ടാണ് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുക. അപ്പോൾ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ ഈസ് റെഡ്യൂസ്ഡ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് എന്താ പറയുന്നത്, ബോണസ് ഷെയറിൽ ഒരിക്കലും ഷെയറിൻ്റെ ഫേസ് വാല്യൂ മാറുന്നില്ല. ഇവിടെയാണെങ്കിലോ ഫേസ് വാല്യൂ റെഡ്യൂസ് ആകുന്നുണ്ട്. രണ്ടാമത്തത്, ബോണസ് ഇഷ്യൂ റെഡ്യൂസസ് റിസർവ് അല്ലേ. ബോണസ് ആയിട്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ റിസർവ് അവിടെ കുറയാണ്. കാരണം റിസർവിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബോണസ് ഇഷ്യൂ ചെയ്യുക. സ്റ്റോക്ക് സ്പ്ലിറ്റ് അങ്ങനെയാണോ? അല്ല. റിസർവ്സ് റിമെയിൻ ആസ് ബിഫോർ. അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് റിസർവ് എത്രയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ്. അത് റിസർവിന് മാറ്റമൊന്നുമില്ല. കാരണം റിസർവിന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. അടുത്തത്, ബോണസ് ഇഷ്യൂ ഇൻക്രീസസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുകയാണ്, നമ്പർ ഓഫ് ഷെയർ ഇൻക്രീസ് ആവാണ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റലും എന്താവും, കൂടും. പക്ഷേ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഡസ് നോട്ട് ചേഞ്ച്. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് മാറ്റമൊന്നും വരില്ല. പക്ഷേ സ്റ്റോക്ക് സ്പ്ലിറ്റിലൂടെ എന്താ സംഭവിക്കുക, ഫേസ് വാല്യൂസ് റെഡ്യൂസ്ഡ് ആൻഡ് ദ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ്ഡ് അല്ലേ. ഫേസ് വാല്യൂ കുറയും, അതിനോടൊപ്പം തന്നെ നമ്പർ ഓഫ് ഷെയർ എണ്ണം കൂടും അല്ലേ. അതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിൽ സംഭവിക്കുന്നത്. ലാസ്റ്റ് ഡിഫറൻസ്, ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് വെൻ ദ കമ്പനി ഹാസ് ലാർജ് അക്യുമുലേറ്റഡ് റിസർവ്. ബോണസ് ഷെയർ നമ്മൾ എപ്പോഴും ഇഷ്യൂ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. കമ്പനിക്ക് ലാർജ് അക്യുമുലേറ്റഡ് റിസർവ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി എന്ത് ചെയ്യുള്ളൂ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുള്ളൂ. സ്റ്റോക്ക് സ്പ്ലിറ്റ് അങ്ങനെയാണോ? അല്ല. എ ഷെയർ ഈസ് ജനറലി സ്പ്ലിറ്റ് വെൻ ഇറ്റ് ഹാസ് എ ഹൈ പ്രൈസ് അല്ലേ. ഒരു ഷെയറിൻ്റെ പ്രൈസ് ഹൈ ആവുന്ന സിറ്റുവേഷനിലായിരിക്കും ഷെയറിൻ്റെ വാല്യൂ സ്പ്ലിറ്റ് ചെയ്യുക. അതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും സ്റ്റോക്ക് സ്പ്ലിറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടത്, ഒരു ഷെയറിൻ്റെ വാല്യൂ ഹൈ പ്രൈസ് ആണെങ്കിൽ അത് സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ ഡിസ്കറേജ് ചെയ്യും. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയറിൻ്റെ വാല്യൂ കുറയ്ക്കും. അതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുക. പക്ഷേ അവിടെ ഒരു ഷെയറിന് കിട്ടുന്ന എമൗണ്ട് കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷേ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് സ്റ്റോക്ക് ഒരു 10 രൂപയാണെങ്കിൽ നമ്മളതിന് 2 അല്ലെങ്കിൽ 1, 2, 3 ഷെയറുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 5 രൂപയുടെ 2 ഷെയറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് റൈറ്റ് ഷെയർസ് ഓർ റൈറ്റ് ഇഷ്യൂസ്. റൈറ്റ് ഷെയർസ് ചോദിച്ചാലും റൈറ്റ് ഇഷ്യൂ ചോദിച്ചാലും സെയിം തന്നെയാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, when the company wants to increase the subscribed capital by issue of further shares, such shares must be issued first of all to existing shareholders in proportion of their existing shareholding. These shares are called right shares. അതായത് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കൂട്ടാനായിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യണം അല്ലേ. അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ആർക്ക് ഇഷ്യൂ ചെയ്യുക, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർ ഇരിക്കുന്ന പ്രൊപ്പോർഷൻ്റെ ബേസിസിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഷെയർ വാങ്ങാം. ആ രീതിയിൽ അവരെ ആദ്യം പ്രിഫർ ചെയ്യുക. അതിനെയാണ് നമ്മൾ റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക, ഷെയർ കൊടുക്കുക. അതിനെയാണ് റൈറ്റ് ഷെയർസ് ഓർ റൈറ്റ് ഇഷ്യൂ. അപ്പോൾ അവരുടെ ഒരു റൈറ്റാണ് അവിടെ കാണിക്കുന്നത്. അവരെ നമ്മൾ പരിഗണിക്കുന്നു അല്ലേ. പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് പരിഗണിക്കുകയാണ്, അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഷെയർ വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ അവരെ നമ്മളൊരു പ്രിഫറൻസ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു റൈറ്റിനെയാണ് നമ്മൾ റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ മീനിങ് പറയുന്നുണ്ട്, നമ്മളോട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻ കേസ് എ കമ്പനി വാണ്ട്സ് ടു മേക്ക് എ ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർസ്, ദ ഇഷ്യൂ മസ്റ്റ് ഫസ്റ്റ് ഓഫർ ടു ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ദസ് എൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് പ്രീഎംപ്റ്റീവ് റൈറ്റ് ടു സബ്സ്ക്രൈബ് ഫോർ ദ ന്യൂ ഷെയർസ് ഈസ് കോൾഡ് റൈറ്റ് ഇഷ്യൂ. മനസ്സിലായില്ലേ? ഇവിടെ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു കമ്പനി പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി മസ്റ്റായിട്ടും ആദ്യം ആരെ ഓഫർ ചെയ്യണം, ആർക്കാണ് ഓഫർ ചെയ്യേണ്ടത്, എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ അവരെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന, അവർക്ക് കൊടുക്കുന്ന ഒരു റൈറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പ്രീഎംപ്റ്റീവ് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുക. ചില എക്സാമ്പിളൊക്കെ ചില സമയങ്ങളിലൊക്കെ വാട്ട് ഈസ് പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൈറ്റ് ഇഷ്യൂനെയാണ് നമ്മൾ പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്ന് പറയുക. ആ ഷെയർ ഹോൾഡേഴ്സിന്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പ്രീഎംപ്റ്റീവ് റൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുക. ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് മേ ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ റൈറ്റ്. ഈ റൈറ്റ് വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഷെയർ മേടിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. Shareholders who do not wish to take up the right shares can sell their right to another person. ഷെയർ ഹോൾഡേഴ്സിന് ഒരിക്കലും ഈ ഒരു റൈറ്റ് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ എ എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ ആ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറാണ്. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ഈ റൈറ്റ് അയാൾക്ക് പുറത്തുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, സെൽ ചെയ്യാനായിട്ട് പറ്റില്ല. The shareholder neither subscribe the shares nor transfer their right, then the company can offer the shares to the public. ഷെയർ ഹോൾഡർ എന്ത് ചെയ്തില്ല, ഈ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെങ്കിലോ നോ ട്രാൻസ്ഫർ ദെയർ റൈറ്റ്, അവരെന്ത് ചെയ്തില്ല, റൈറ്റ് ട്രാൻസ്ഫർ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞത്, എങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് വേണമെങ്കിൽ, അവർക്ക് വേണ്ട എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ തന്നെ കമ്പനിക്ക് വേണമെങ്കിൽ പബ്ലിക്കിലേക്ക് ഈ ഷെയർ ഓഫർ ചെയ്യാം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഹു ഡു നോട്ട് വിഷ് ടു ടേക്ക് അപ്പ് ദ റൈറ്റ് ഷെയർസ് ക്യാൻ സെൽ ദ റൈറ്റ് ടു ദ അനദർ പേഴ്സൺ. അതുപോലെ തന്നെ ദ ഷെയർ ഹോൾഡേഴ്സ് നൈദർ സബ്സ്ക്രൈബ് ദ ഷെയർസ് നോട്ട് ട്രാൻസ്ഫർ ദ റൈറ്റ് അല്ലേ. അതായത് ഷെയർ ഹോൾഡർ എന്ത് ചെയ്തില്ല, സബ്സ്ക്രൈബും ചെയ്തില്ല, അതുപോലെ തന്നെ റൈറ്റ്സ് ട്രാൻസ്ഫറും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാന്ന് പറയുന്നത്, പബ്ലിക്കിലേക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം. ഇതാണ് നമ്മുടെ റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോൾ നമ്മുടെ കമ്പനീസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ്, ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് നോക്കാം. കമ്പനീസിലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ആദ്യം നോക്കാം. ഇഷ്യൂ കോസ്റ്റ് ആർ ലോവർ അല്ലേ. നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ കോസ്റ്റ് കുറവാണല്ലോ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ. അപ്പോൾ ആ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് അല്ലേ, നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സിനനുസരിച്ചായിരിക്കും, അവരുടെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് ആ ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ ഇമേജ് കൂട്ടാൻ പറ്റും. കാരണം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഗുഡ് വില്ല് കൂടാണ്. അപ്പോൾ ആ ഒരു ഇമേജ്, ഗുഡ് വില്ലല്ല ഇമേജ് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ റേസിംഗ് ക്യാപിറ്റൽ ഈസ് മോർ സെർട്ടൈൻ ദാൻ ദ കേസ് ഓഫ് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് നമുക്കത് സാധിക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഷെയർസ് അറ്റ് പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാർക്കറ്റിലെ വിലയിനേക്കാൾ ചിലപ്പോൾ കുറച്ച് കിട്ടാം
നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് അല്ലേ. അപ്പോൾ മാർക്കറ്റിലെ പ്രൈസിനേക്കാൾ കുറച്ച് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാം. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിസർവിങ് ദ കൺട്രോൾ ഓഫ് ദ കമ്പനി ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ മേലുള്ള കൺട്രോൾ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും അല്ലേ. കാരണം എത്രത്തോളം ഷെയർ മേടിക്കുന്നുണ്ടോ അത്രയും അവർക്ക് ആ ഒരു പവർ നമ്മുടെ കമ്പനിയിലുണ്ട് അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഇത്രയും അധികം അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. നമുക്ക് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് റൈറ്റ് ആണ്. വാല്യൂ ഓഫ് റൈറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ടോപ്പിക് കൂടി ഉള്ളൂ, വാല്യൂ ഓഫ് റൈറ്റ് ഉണ്ട്, അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ റൈറ്റ് ഇഷ്യൂം പബ്ലിക് ഇഷ്യൂ നമ്മുടെ ഡിഫറൻസ്, ബോണസ് ഷെയറും റൈറ്റ് ഷെയറും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോണസ് ഷെയറും റൈറ്റ് ഷെയറും നമ്മുടെ ഡിഫറൻസ്. ഈ വാല്യൂ ഓഫ് റൈറ്റ് 2 മെത്തേഡുകളിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിൻ്റെ പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്. ആ ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയും. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.